ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നാണ് നമ്മളെ വളകാപ്പ് ഫംഗ്ഷൻ. നമ്മൾ ഇന്നലെ മൈലാഞ്ചിയിലിട്ട് സെറ്റാക്കിയത് ഇതാ നല്ലോണം ചോന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആയി, കുളിയെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും ഓരോരോ സ്ഥലത്തായിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിച്ചില്ലേ, ഞാൻ കുപ്പായം മാറ്റിയില്ലേ. ഇതാ മാളി ചേച്ചി എന്താണ് എടുക്കുന്നത്? നെയിൽ പോളിഷ് ഇടുന്നുണ്ട്. മൈലാഞ്ചി കാണിച്ച മാള് ചേച്ചിയുടെ മൈലാഞ്ചിയിൽ ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അധികം ആൾക്കാരും ഇല്ല, വലിയ ഗ്രാൻഡായിട്ട് ഫംഗ്ഷനും അല്ല, നമ്മൾ മാത്രമുള്ള ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. എൻ്റെ ബ്ലൗസ് ഡിസൈനർ രാവിലെ തന്നെ ബ്ലൗസ് കൊണ്ട് തന്നിട്ടുണ്ട്. നല്ലുണ്ട് കാണാൻ കേട്ടാ. നല്ലുണ്ട്. നീ ഉറങ്ങിയിട്ടില്ല ഇന്നല്ല? നീ ഉറങ്ങിയിട്ടേ? ഒട്ടിച്ചതാ? നല്ല രസമുണ്ട് കാണാൻ. നിന്റേതാക്കിയാ? എന്റേത് ഇതിന് ഒന്നുമില്ല. സാരി തന്നെ അത്യാവശ്യം നല്ല വയലറ്റ് കളറും നല്ലുണ്ട്. അത് മൊത്തം ആക്കുമ്പോ നല്ലുണ്ട്. നല്ലില്ലേ? എങ്ങനെ ഉണ്ടായ ബ്ലൗസ്? നല്ലുണ്ട്. അല്ല മറ്റേ ആ ഇത് കൈക്കത്തെ ആ വലുത് മാത്രമാണെങ്കിൽ അത് മാത്രം ഇതാ മുത്തൊട്ടിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. പിന്നെ അമ്മ ചോല് മാറ്റി പിടിക്കണ്ട വന്ന് അമ്മ അടിച്ചു വരുന്നതിനിടക്ക് എല്ലാ മേഖലയിലും ഒരു നോക്കാന്ന്. മൊത്തം കല്യാണം ഏറ്റെടുക്കാം. മൈലാഞ്ചി പിന്നെ ഡിസൈനിങ്ങും. ഗുഡ് മോർണിംഗ് ഇച്ചുട്ടി. ഗുഡ് മോർണിംഗ് ഇച്ചുട്ടി. വേഗം നമുക്ക് റെഡി ആവണ്ടേ? ഇച്ചു ചേച്ചി റെഡി ആവണ്ടേ? ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻ എല്ലാം ചെയ്യാൻ പോകുന്നേ. ഇതങ്ങനെയൊരു ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. അതിനെ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. വാഴയിൽ ഓരോന്നോരോന്നായിട്ട് ആക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഡെക്കറേഷൻ ഷീറ്റിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഷീറ്റ് മേടിച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഉണ്ട്. അങ്ങനെ ഒരു സിമ്പിൾ ഡെക്കറേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ? അതിന് വേണ്ടി മേടിച്ചതാണ്. ഇതേതായാലും ഒന്ന് ഫിക്സ് ചെയ്യണ്ടേ. ഇങ്ങനത്തെ ഷീറ്റ് മേടിച്ചതുകൊണ്ട് എളുപ്പമായി. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായല്ലോ. ആ കർട്ടൻ ആടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് അതിന് നമ്മൾ ക്ലിപ്പ് വെച്ചിട്ട് അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ആടെയായി. ഇലയാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് ഓരോന്നോരോന്നായിട്ട് ആക്കണമെങ്കിൽ. പിന്നെ ഇത് നമ്മൾ കുറച്ച് ഒരു സിമ്പിളായിട്ട് നടത്തുന്നതുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ആമസോണിൽ കണ്ടു. ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ ഓർമ്മയില്ലേ, അങ്ങനെ കണ്ടു. പിന്നെ ഈ പൂവും കണ്ടു. അപ്പോൾ പിന്നെ അത് രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ വിചാരിച്ച് ഓർഡർ ചെയ്തതാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായി. നമ്മൾ ഇന്നലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വളകാപ്പ് എന്നെല്ലാം. അപ്പോൾ അതൊക്കെ ഇനി ഡബിൾ ടാപ്പ് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ സിമ്പിൾ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇലയും പൂവും വളകാപ്പ് എന്ന് എഴുതിയതും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ വളകാപ്പ് ഫംഗ്ഷൻ പെരുന്നാളിൻ്റെ ദിവസമാണേ. അതുകൊണ്ട് ഇതാ നമുക്ക് നമ്മുടെ അയൽവാസികൾ പെരുന്നാൾ വിഭവങ്ങളെല്ലാം കൊണ്ടു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുട്ടമാലയും എന്നാണ് പത്തിരിയും എന്നാണ് ഇതിൻ്റെ പേര് ബട്ടൂര കറി എല്ലാം ഉണ്ട് കേട്ടോ. രാവിലെ ഒരു ട്രിപ്പ് നമ്മളെ സൈബൂമി സായ്മയും കൊണ്ടു തന്ന് പത്തിരി അത് കഴിച്ചതാ. ഇപ്പം ഇവരെല്ലാവരും കൊണ്ടു തന്നിട്ടുണ്ട്, മുന്നിലത്തെ വീട്ടിലത്തവരെല്ലാം. അപ്പം എല്ലാം കൊണ്ടും അടിപൊളി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അഞ്ജലി എന്നാണ് പേര്. അപ്പം അഞ്ജലിയാണ് ഇന്ന് തന്നെ ഒരു മേക്കപ്പ് ചെയ്യിക്കുന്നത് അല്ലേ? ജസ്റ്റ് ഒരു മേക്കപ്പ് സിമ്പിളായിട്ട് മതി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അഞ്ജലി പേജിന്റെ പേരെന്താടാ? ഇലാന മേക്ക് ഓവർ എന്നുള്ള പേജാണേ. എല്ലാവരും കയറി നോക്കിയാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുക്കാം. അപ്പം അഞ്ജലി ഇതാ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൂടെ മുന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ഇവളെ നാടും. പക്ഷെ ഹസ്ബൻഡിൻ്റെ വീട് കുറച്ച് ദൂരെ, പെരളശ്ശേരി ആയതുകൊണ്ട് അവിടെ നിന്ന് വന്നിട്ട് പാവൻ രാവിലെ വരുന്നത്. അപ്പോൾ മുന്നേ ഓണത്തിനൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഒന്നും അതിന് സമയമായിട്ടാ. ഒരു നല്ലൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിനാണ് അതിന് കറക്റ്റ് സമയമായത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഓരോന്നായിട്ട് കാണിക്കാം. ലാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് കാണിക്കാം.
സ്കിൻ ടോൺ മേക്കപ്പ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ലൈറ്റായിട്ടാണ് എന്നിട്ട് ആൾ ചെയ്യുന്നത്. നല്ല കംഫേർട്ടായിട്ട്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നെങ്കിലും നല്ല കംഫേർട്ടായിട്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശേഷം മുന്നേ അറിയുന്ന നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ അതുപോലത്തെ ഇതാണ് ഉണ്ടായ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലാന മേക്ക് ഓവർ എന്നാണ് ആളുടെ പേജിൻ്റെ പേര് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഫംഗ്ഷനോ എന്ത് ചെറിയ ഫംഗ്ഷൻ ആയാലും വലിയ ഫംഗ്ഷൻ ആയാലും ബ്രൈഡൽ ആയാലും എല്ലാം എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതിയിട്ട് ആൾ വന്നിട്ട് ചെയ്തു തന്നോളും. നമ്മളൊരു 11 മണി 11:30 ആ ഒരു സമയത്താണ് ഫംഗ്ഷൻ നടത്താമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ വേറെ പുറത്തുനിന്ന് അധികം ആളൊന്നും വരാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ മാത്രമായതുകൊണ്ട് നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ടൈം ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ മേക്കപ്പും സാരി ഡ്രേപ്പിങ്ങും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആവണം. അതിനനുസരിച്ചിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ അവൾ വരുമ്പോഴേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് സെറ്റ് ആക്കിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സാരി ഡ്രിപ്പിംഗ് എല്ലാം പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. വന്ന ഉടനെ തന്നെ കുറച്ച് ജസ്റ്റ് ഇങ്ങനെ ബാക്കോട്ട് ഇടേണ്ട മുന്താണിൻ്റെ പ്ലീറ്റെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. ആ ബ്ലൗസും കൂടെ വരുമ്പോൾ ആ സാരി നല്ലൊരു എടുപ്പായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ്. ഞാൻ മുന്നേ മേടിച്ച് വെച്ചതാണ്, പക്ഷെ ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫംഗ്ഷന് വേണ്ടി ഞാൻ ഉടുക്കാണ്ട് വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ നമ്മളെ സാരി ഡ്രൈപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഹെയർ ഇനി ഒന്ന് സെറ്റാക്കണം. ബാക്കി മേക്കപ്പ് എല്ലാം ചെയ്തു. എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ, നല്ല രസമുണ്ട്. ഈ ബ്ലൗസും സാരി എല്ലാം കൂടെ വരുമ്പോൾ ഡ്രൈപ്പ് ചെയ്തതും എല്ലാം സെറ്റ് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നിച്ചന് ഇഷ്ടായിനാ? മാളൂനോ? രണ്ടാക്കും ഇഷ്ടായി. കല്യാണത്തിന് വൃത്തിക്ക് ഒരുക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ ഇതാ കംപ്ലീറ്റ് ആയിട്ട് മേക്കപ്പും സാരി ഡ്രേപ്പിങ്ങും ഹെയറും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി, ഇഷ്ടായിട്ടോ, നല്ലോണം ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. വളകാപ്പ് ആദ്യമായിട്ടല്ലേ, കൊറേ വളകാപ്പ് ഇട്ടിട്ട്. അപ്പൊ എല്ലാം ചെയ്യൂട്ടോ. നമ്മളിപ്പം കല്യാണത്തിന് ജസ്റ്റ് ആയിട്ട് പോകാൻ ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ സാരി ഡ്രേപ്പിംഗ് എല്ലാം ചെയ്യുന്നില്ലേ. അതിന് വേണമെങ്കിലും സിമ്പിൾ മേക്കപ്പിന് വേണമെങ്കിലും എല്ലാം വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. വർത്തമാനം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു പോവാം. നമ്മൾ ആദ്യമായിട്ടേ കാണുന്നേ, പക്ഷെ ആദ്യമായിട്ട് കാണുന്ന പോലെ തോന്നുന്നില്ല, മുന്നേ പരിചയമുള്ള പോലെ ഉണ്ട് ശരിക്കും. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. അവള് വളകാപ്പിന് ആദ്യമായിട്ട് ഫോട്ടോ എടുത്തോട്ടെ. കല്യാണം ഉണ്ടോ? കിച്ചു എക്സ്പ്രഷൻ കൊടുക്ക്. വീഡിയോ എടുക്കുന്നതാണെന്നില്ലേ? ഫോണും നോക്കി ഇരിക്കുമെന്ന്. അച്ഛൻ എക്സ്പ്രഷൻ കൊടുക്കണം. വാവ്, റെഡിയെല്ലാം ആയിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കേട്ടോ. മുറ്റത്ത് നമ്മൾ സ്ഥിരം പോയിൻ്റാണ് ഫോട്ടോ എടുക്കുന്നത്. ഒന്നിക്കൽ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് കാറിൻ്റെ മുന്നിൽ നിന്ന് നമ്മളെ റോഡിൽ നിന്ന് അപ്പുറത്തുള്ള വീട്ടിൻ്റെ എല്ലാം മുന്നിലുള്ള പൂക്കൾ, അതെല്ലാം നമ്മൾ സ്ഥിരം പോയിൻറ്റ്സ്. പിന്നെ വേറെ എവിടെയും റെഡി ആയിട്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. എൻ്റെ ചേച്ചിയും സാരിയെല്ലാം ഉടുത്തിട്ട് നിൽക്കുന്നുണ്ട്. ചേച്ചി സാരി ഉടുക്കലേ ഇല്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഉടുത്തോ, തക്കടും ഉണ്ടല്ലോ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉടുത്തതാണ് കേട്ടോ. നമുക്ക് സാരി ഉടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ടായി. ഞാൻ ഇറങ്ങുമ്പോഴേക്ക് അച്ഛനും എൻ്റെ അമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ടായിനി. തക്കടുവിൻ്റെ അമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട്, പിള്ളേരും എത്തിയിട്ടുണ്ട്. ഇത്രയും ആളുള്ളൂ. ഇനി നമുക്ക് ആരും വരാനൊന്നുമില്ല. ഇനി ഫോട്ടോസ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫംഗ്ഷനും കൂടെ ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ തക്കട് ചെയ്ത ബ്ലൗസിൻ്റെ വർക്ക് അവൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്
അപ്പോൾ ഇതാ ബ്ലൗസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അതും കൂടെ വരുമ്പോഴേക്കും നല്ലൊരു പൊലിമയായി സാരിക്ക്. ഇനിയിപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മളെ ചടങ്ങെല്ലാം തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്വീറ്റ്സ് എല്ലാം വെക്കണമല്ലോ മുന്നിലായിട്ട്. അപ്പോൾ എല്ലാം ഇന്നലെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്. എല്ലാം പ്ലേറ്റിലാക്കിയിട്ട് തക്കടോ ഈച്ചിയും കൂടെ എല്ലാം കൊണ്ടുവെക്കുന്നുണ്ട് ടേബിളിൻ്റെ മേലേക്ക്. ബാക്കിയെല്ലാം ഡെക്കറേഷൻ നമ്മൾ രാവിലെ ചെയ്തല്ല. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, വിളക്കെല്ലാം വെക്കണം. അങ്ങനെയും കൂടി ആയാൽ ആയി. ഇതിൻ്റെ കറക്റ്റായിട്ട് എങ്ങനെയാണ് പാരമ്പര്യമായിട്ട് ചെയ്യൽ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. വീഡിയോയിൽ കണ്ട പോലെ നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രം, ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം. ചിലപ്പോൾ കറക്റ്റ് പക്കാ അറിയുന്നവരുണ്ടാവുമായിരിക്കും. നമ്മൾ അവർ ഏകദേശം ഐഡിയ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമോയെന്ന്. കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ചന്ദനം കലക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് നമ്മുടെ ഫംഗ്ഷൻ ആരംഭിക്കാം. നമ്മളെ ചടങ്ങെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും കൂടെ ഈ ഒരു ഡേ നല്ല സ്പെഷ്യലാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ വളയൊക്കെ ഇട്ട് കുറേ ഫോട്ടോസ് അകത്തുനിന്ന് നമ്മളെടുത്തു കേട്ടോ. നല്ല ചൂടുണ്ടായിനെ, വിളക്ക് വെച്ചതുകൊണ്ട് ഫാൻ ഇടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നല്ല ചൂടുണ്ടായിന്. അതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേർക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ഫാനെല്ലാം ഇട്ട് വിളക്കെല്ലാം മാറ്റി വെച്ച് പിന്നെ സെറ്റായിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ. ഓരോരാളെ കൂടി അങ്ങനെ നിന്ന് ഫോട്ടോസെല്ലാം എടുത്തു. എല്ലാവരും കൂടിയുള്ള ഫോട്ടോസ് എടുത്തിനെ. അങ്ങനെ ഒരു 1 മണി 1:15 ആകുമ്പോഴേക്കന്നെ നമ്മുടെ ഫംഗ്ഷനൊക്കെ കംപ്ലീറ്റ് ആയി. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ചിക്കൻ ബിരിയാണിയാണേ. അപ്പോൾ ഇതാ ബിരിയാണി എല്ലാം സെറ്റാക്കുന്നുണ്ട്. ഫുഡ് കഴിക്കേണ്ട സമയം ആയല്ലോ, അപ്പോഴേക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഫുഡും കൂടെ കഴിക്കുക അത്രയേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ചടങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഫുഡ് ഏട്ടനും അച്ഛനും എല്ലാവരും കൂടിയിട്ട് സെറ്റാക്കുന്നുണ്ട്. അതും കൂടെ അത്രേ ആൾക്കാരുള്ളൂ. നമ്മൾ ഒരു 2-3 പ്രാവശ്യം എല്ലാവരും കൂടെ നമ്മൾ ടേബിളിൽ ഇരിക്കുമ്പോഴേക്ക് തന്നെ കംപ്ലീറ്റ് ആയിക്കോളും. ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പം നമ്മൾ വളകാപ്പ് ഫംഗ്ഷനെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി ഫുഡും കൂടെ കഴിച്ചാൽ മതി. ഏട്ടാ എങ്ങനെയുണ്ടോ അതിനേട്ടാ? അടിപൊളി അല്ലേ? എന്താ ചെയ്യുന്നത് അറിയുന്നുണ്ടായില്ല. അതാർക്കും അറിയില്ല, വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം നമ്മള് വീഡിയോസിലെല്ലാം കണ്ടിട്ടുള്ള പോലെ അങ്ങനെ ചെയ്തതാണ്. തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കോ, ശരിക്കും അറിയുന്നവരുണ്ടാവും ചിലപ്പം. അത് കറക്റ്റായിട്ട് അറിയുന്നില്ല. നമ്മള് വീഡിയോസിലെല്ലാം കണ്ട് ഉള്ള രീതിക്ക് അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ചെയ്തേ ഉള്ളൂ കേട്ടോ. മേക്കപ്പ് എങ്ങനെയുണ്ട്? ഓള് പ്രത്യേക അഭിപ്രായം എല്ലാവരോടും ചോദിച്ചിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അടിപൊളി. തക്കടെ എങ്ങനെയുണ്ട് മേക്കപ്പ്? ശരിക്കും രസമുണ്ട് അല്ലേ? സിമ്പിൾ ആയിട്ട്. ഓള് കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു വേണ്ട, സിമ്പിൾ മതി. എനിക്കിപ്പോ മുഖത്ത് ഒന്നും ഇട്ട ഫീൽ ഇല്ല, ഒന്നും തോന്നുന്നില്ല, ലൈറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. സിംഹ കുട്ടി സിംഹ നിച്ചുട്ടി സുന്ദരി ആയി നിന്ന് ശരിക്ക്. എല്ലാവരും ഇരുന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളും കൂടെ ഫുഡ് കഴിച്ച് നല്ല ബിരിയാണി ആയിരുന്നു. നമ്മൾ മിക്കവാറും ഫംഗ്ഷൻസിനെല്ലാം കോഫി ഹൗസ് എന്നാണ് കേട്ടോ മെഡിക്കൽ ധർമ്മശാലയുള്ള അവിടുത്തെ ബിരിയാണിയാണ് ഈ ഒരു ഏരിയയിലേക്ക് വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് ഇപ്രാവശ്യം മേടിച്ചത്. ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിച്ച്
മാളു എപ്പം വരുന്നു നിൽക്കാൻ? മാളോട് ചോദിക്കുന്ന പൊന്നോട് ചോദിച്ചാൽ ഇപ്പൊ വരും. പൊന്നോട് ചോദിച്ചാ എന്നാ വാച്ച നടക്കുന്നു. ഇപ്രാവശ്യം പൊന്നോട്ടനല്ല, മാളു ചേച്ചി നിച്ചുവാ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛനും അന്തമ്മയും ഇറങ്ങലായി കേട്ടാ. അവർക്ക് അങ്ങ് എത്തണമല്ലോ. പിന്നെ ചേച്ചീനെയും പിള്ളേരെയും കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ലേറ്റ് ആവും പോവാൻ. അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛന് പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ലേറ്റ് ആയാൽ ശരിയാവില്ല, നമ്മൾ വിട്ടോളാം, ബസ്സിന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അച്ഛനും അന്തമ്മയും ഇറങ്ങി. പിന്നെ തക്കുടുവിൻ്റെ അമ്മയും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ സിമ്പിൾ വളകാപ്പ് ഫംഗ്ഷൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം കൂടെ വേണം. ഇനിയിപ്പോൾ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി വെക്കട്ടെ, ഫുള്ള് വേർത്ത് മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.